ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള കടബാധ്യതകളിലും വ്യാപാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ട് വശങ്ങളുള്ള സമീപനത്തിലൂടെയാണ് ചൈന യുഎസ് നികുതി പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. സാധ്യതയുള്ള എല്ലാ അപകടസാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം യുഎസ് ചൈന വ്യാപാര ബന്ധത്തിന്റെ സങ്കീർണതകൾ മറികടക്കാൻ ഈ തന്ത്രം ചൈനയെ അനുവദിക്കുകയാണ്. യുഎസ് കടബാധ്യതകളിൽ $784.3 ബില്യൺ കൈവശമുള്ള ചൈന അമേരിക്കയ്ക്ക് ഗണ്യമായ തുക വായ്പ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ചൈന ഇപ്പോൾ ഈ ബോണ്ടുകൾ വിൽക്കുകയാണ്. യുഎസിനോട് കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ചൈന ആവശ്യപ്പെടുന്നു. കടബാധ്യതകൾ നിറവേറ്റാൻ പാടുപെടുന്ന യുഎസിലെ സാമ്പത്തിക പ്രതിസന്ധി ഈ നീക്കം കൂടുതൽ വഷളാക്കി. കൂടുതൽ ബോണ്ടുകൾ വാങ്ങാൻ വിസമ്മതിക്കുന്നതിലൂടെ ചൈന യുഎസിൽ തങ്ങളുടെ ധനകാര്യം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. യുഎസ് താരിഫുകൾ അമേരിക്കയുമായുള്ള ചൈനയുടെ ബിസിനസ് അവസരങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനാൽ ചൈന ഒരു ബദലായി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ചൈന വർദ്ധിപ്പിച്ചു. ഇത് യുഎസുമായുള്ള വ്യാപാരം കുറയ്ക്കുന്നതിന്റെ ആഘാതം ലഘൂകരിക്കാൻ ചൈനയെ സഹായിക്കും. ഈ തന്ത്രപരമായ നീക്കം ചൈനയ്ക്ക് തങ്ങളുടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും പ്രാപ്തമാക്കുകയാണ്. യുഎസ് ചൈന നികുതി ഉടമ്പടി ഇരട്ട നികുതി തടയുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാന വ്യവസ്ഥകളിൽ ഇവ ഉൾപ്പെടുന്നു. യുഎസ് നികുതിദായകർക്ക് തങ്ങളുടെ യുഎസ് നികുതി ബാധ്യതയ്ക്കെതിരെ ചൈനയ്ക്ക് നൽകുന്ന ആദായ നികുതികൾക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ അനുവദിക്കും. മറ്റൊരു രാജ്യത്തെ താമസക്കാരന് നൽകുന്ന ലാഭവിഹിതത്തിന് ചുമത്താവുന്ന നികുതിയുടെ അളവ് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. റെസിഡൻസി സ്റ്റാറ്റസിനെ അടിസ്ഥാനമാക്കിയുള്ള നികുതി ബാധ്യതകളും നിർണ്ണയിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്കുള്ള സാമ്പത്തിക ആസൂത്രണത്തെയും പണമൊഴുക്ക് പ്രൊജക്ഷനുകളെയും ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദുർബലമായ നികുതി വരുമാനത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനുമിടയിൽ ചൈന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ചൈനീസ് നികുതിയുടെ അടിത്തറ ചുരുങ്ങുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഇവയാണ്. ഉൽപാദക വിലകളിലെ തുടർച്ചയായ ഇടിവ് ബിസിനസ്സുകളിൽ നിന്നുള്ള നികുതി വരുമാനം കുറയ്ക്കുന്നു. വരുമാനത്തിലെ ഇടിവും പിരിച്ചുവിടലുകളും വ്യക്തിഗത ആദായ നികുതി ശേഖരണത്തിൽ 7.5% കുറവിന് കാരണമാകുന്നു. ട്രംപ് താരിഫുകൾ നികത്താൻ കയറ്റുമതിക്കാർക്ക് നികുതി ഇളവുകൾ നൽകുന്നു. ഇത് സർക്കാർ വരുമാനത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. യുഎസ് പകരച്ചുങ്കത്തിനോടുള്ള ചൈനയുടെ പ്രതികരണം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം വ്യാപാര ബന്ധത്തിന്റെ സങ്കീർണതകൾ മറികടക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ്. കടബാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെയും ചൈന ദീർഘകാല സാമ്പത്തിക സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി സ്വയം നിലകൊള്ളുകയാണ്.